നമസ്കാരം. നമുക്കിന്ന് പനങ്കൽക്കണ്ടത്തിന്റെ ഗുണങ്ങളൊക്കെ നോക്കിയാലോ. രുചിക്കും ആരോഗ്യത്തിനും പോഷകങ്ങളുടെ കലവറയുമാണ് ഈ പനങ്കൽക്കണ്ടം. കരിമ്പനകള് അല്ലെങ്കിൽ പാൽമിറ പാം ട്രീയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന അതിന്റെ ഒരു അസംസ്കൃത വസ്തുവാണ് ഈ പനങ്കൽക്കണ്ടം എന്ന് പറയുന്നത്. ഈ കരിമ്പനകളിൽ നിന്നും എടുക്കുന്ന നീരയെ സംസ്കരിച്ചെടുക്കുന്നതാണ് ഈ പനങ്കൽക്കണ്ടം. ഈ പനങ്കൽക്കണ്ടത്തില് അമിനോ ആസിഡുകളും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. പൊതുവെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പനങ്കൽക്കണ്ടം ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് കഫത്തിനെ അലിയിക്കാനുള്ള കഴിവുണ്ട്, ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാനുള്ള കഴിവുണ്ട്, ദഹനത്തിന് നല്ലതാണ്, ജലദോഷം, ചുമ ഇതുപോലെയുള്ള കണ്ടീഷനിൽ കഴിക്കാൻ നല്ലതാണ്, ശരീരത്തില് അധികമായിട്ടുള്ള അസിഡിറ്റിയെ കുറയ്ക്കാൻ നല്ലതാണ്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കും ഇത് നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. രോഗപ്രതിരോധ ശേഷി നൽകാനും ഈ പനങ്കൽക്കണ്ടം വളരെ നല്ലതാണ്. ഇതില് ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുടലിനും അതുപോലെ തന്നെ മലശോധനയ്ക്കും നല്ലതാണ്. സാധാരണ ഉപയോഗിക്കുന്ന വെള്ള പഞ്ചസാരയെ അപേക്ഷിച്ച് ഇതില് അമിനോ ആസിഡുകളും വിറ്റാമിൻസും ധാതുക്കളും അതുപോലെ തന്നെ ഇത് ആന്റി ഓക്സിഡന്റ്സ് ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ചായയിലും കാപ്പിയിലും ഒക്കെ ഈ പനങ്കൽക്കണ്ടം ഉപയോഗിക്കാവുന്നതാണ്. ഇത് പൊടിച്ചെടുത്ത് വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഉപയോഗിച്ച് നമ്മൾ വേറെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥാനത്ത് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഈ പനങ്കൽക്കണ്ടം പൊടിച്ചത് ചേർക്കുകയും ചെയ്യാം. ഇത് ശരീരത്തിലെ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൽ ഒരുപാട് ചൂട് കൂടിയ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മുടിപൊഴിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, സ്ത്രീകളില് വൈറ്റ് ഡിസ്ചാർജ് ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. തൈരില് പനങ്കൽക്കണ്ടം ചേർത്തിട്ട് ഉപയോഗിക്കാം, പാലില് പനങ്കൽക്കണ്ടം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഉറക്കം കിട്ടാൻ, അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഗുണനിലവാരമുള്ള ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് പാലില് ഈ പനങ്കൽക്കണ്ടം ചേർത്തിട്ട് കഴിക്കാം. കുഞ്ഞുങ്ങൾക്ക് പനിക്കൂർക്കയുടെ ഇലയുടെ നീരും കൊച്ചുള്ളി ചതച്ച് ആ നീരെടുത്തതും പനങ്കൽക്കണ്ടവും കൂടെ ചേർത്തിട്ട് ഈ ജലദോഷം, ദഹനക്കേട്, വിശപ്പില്ലായ്മ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. കഫത്തിനെ അലിയിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ചുമയുള്ള ആൾക്കാർക്ക്, ഒച്ചയടപ്പുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് പനങ്കൽക്കണ്ടം വായിലിട്ട് അലിയിച്ചിറക്കാം.